മലയാളത്തിലെ മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് ശോഭി തിലകൻ. 2 പതിറ്റാണ്ടുകളായി ഡബ്ബിംഗ് മേഖലയിൽ നിറസാന്നിധ്യമായി നിൽക്കുന്ന ശോഭി തിലകൻ 100-ലധികം ചിത്രങ്ങളിൽ നിരവധി ആർട്ടിസ്റ്റുകൾക്ക് ശബ്ദം നൽകിയിട്ടുണ്ട്. 2 തവണ മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള സംസ്ഥാന പുരസ്കാരം ശോഭി തന്റെ പേരിലാക്കിയിട്ടുണ്ട്. സീരിയൽ രംഗത്ത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടും അഭിനയ നേതാവായും നിറസാന്നിധ്യമാണ് ശോഭി തിലകൻ. അഭിനയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ച് അച്ഛൻ തന്ന ഉപദേശത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ശോഭി തിലകൻ. സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും ഒരു അഭിനയ നേതാവ് എന്ന നിലയിലും മിമിക്രി ഒരുപാട് ദോഷം ചെയ്യും. ഈ കാര്യം എന്നോട് പറഞ്ഞത് എൻ്റെ അച്ഛൻ തന്നെയാണ്. നിന്റെ ഉള്ളിൽ ഒരു അഭിനയ നേതാവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നീ മിമിക്രി ചെയ്യരുത്. നമുക്കൊരു മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു അഭിനയ നേതാവ് ഉണ്ടാകില്ലേ, അവരെ നീ കൂടുതൽ നിരീക്ഷിക്കാൻ തുടങ്ങും. അവരെ പോലെ നടക്കാനും സംസാരിക്കാനും എല്ലാം ശ്രമിക്കും. അപ്പോൾ നിന്റെ ഉള്ളിലെ സ്വാഭാവികമായ അഭിനയം നഷ്ടപ്പെടും. അവർ നിന്റെ ഉള്ളിലേക്കും നീ അവരുടെ ഉള്ളിലേക്കും കീറും. അതുകൊണ്ട് മിമിക്രി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന് എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആദ്യം അച്ഛൻ എന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് ഞാൻ ആലോചിച്ചെങ്കിലും പിന്നെ അച്ഛൻ പറഞ്ഞത് വളരെ കറക്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി. മിമിക്രിയിൽ നിന്നും സിനിമയിലേക്ക് വന്ന അഭിനയ നേതാക്കളെ നിരീക്ഷിച്ചാൽ നമുക്കത് മനസ്സിലാകും. അവർ അതിനു മുമ്പ് ചെയ്തിട്ടുള്ള അവരുടെ മാസ്റ്റർ പീസായിട്ടുള്ള അഭിനയ നേതാക്കളുടെ ചുവ വരുന്നതായിട്ട് തോന്നും. അതിന് ഉദാഹരണം പറയുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കോട്ടയം നസീറിനെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അഭിനയത്തിൽ കൊച്ചിൻ ഹനീഫയും ബാലചന്ദ്ര മേനോനും എല്ലാം കടന്നു വരുന്നതായി തോന്നും. എന്തിനേറെ പറയുന്നു, ജയറാമിന്റെ അഭിനയത്തിൽ പ്രേം നസീറിന്റെ ശൈലികൾ വരാറുണ്ടായിരുന്നു. പ്രേം നസീറിനെ പോലെയായിരുന്നു എന്ന് തോന്നും. അതെല്ലാം ആദ്യകാലങ്ങളിലായിരുന്നു. അതിനുശേഷം അവരെല്ലാം അവരുടേതായ ശൈലി ഉണ്ടാക്കിയെടുത്തു, ശോഭി തിലകൻ പറഞ്ഞു.